ആവർത്തന പട്ടികയിലെ ശാസ്ത്രജ്ഞന്മാർ രണ്ടാം ഭാഗം. ദിമിത്രി മെൻഡലിയേവിനെ കുറിച്ചാണ്. 5 കാര്യങ്ങളാണ് പറയുന്നത് ദിമിത്രി മെൻഡലിയേവിനെ പറ്റി. നമുക്ക് ദിമിത്രി മെൻഡലിയേവിനെ ഒരു മെന്റൽ പേഷ്യന്റ് ആയി കരുതാം. കോഡിന് വേണ്ടിയാണ് മെന്റൽ പേഷ്യന്റ് ആയിട്ട് കരുതാം. അപ്പം ദിമിത്രി മെൻഡലിയേവ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. മെന്റൽ പേഷ്യന്റിന്റെ ഒക്കെ പിരി പോയതാന്നൊക്കെ പറയില്ലേ ലോക്കൽ ഭാഷയിൽ, അങ്ങനെ പിരി എന്ന രീതിയിൽ പീരിയോഡിക് ടേബിൾ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേവാണ്. ഈ മെന്റൽ പേഷ്യന്റ് ഒക്കെ എന്താണ്, ആവർത്തിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കില്ലേ പിരി പോയതുപോലെ, അങ്ങനെ ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേവാന്ന് പറയാം. അടുത്തത് ഗ്രൂപ്പ്, പീരീഡ് എന്നീ പദങ്ങൾ ആവിഷ്കരിച്ചതും മെൻഡലിയേവാണ്. ഇതിലും ഒരു പിരി ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ചിന്തിക്കാം. അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പം അധികം പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാലാണല്ലോ മെന്റൽ ആകുന്നത് എന്ന് ചിന്തിച്ചിട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണെന്ന് പറയാം. പിന്നെ മറ്റൊന്നുകൂടി, മൂലകങ്ങളെ അറ്റോമിക മാസിലാണ് ഇദ്ദേഹം വേർതിരിച്ചത്. മൂലകങ്ങളെ അറ്റോമിക മാസ് അനുസരിച്ചാണ് ഇദ്ദേഹം വേർതിരിച്ചത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ദിമിത്രി മെൻഡലിയേവ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന നിയമം, ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന ബുക്ക്, അറ്റോമിക മാസിലാണ് ഇദ്ദേഹം മൂലകങ്ങളെ വേർതിരിച്ചത്, ഗ്രൂപ്പ്, പീരീഡ് എന്നീ പദങ്ങൾ ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്.